ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. സിയാദ് ഇല്ലിക്കൽ എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. US മാർക്കറ്റിൽ ഡോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഏകദേശം 2000-ലേറെ പോയിന്റിന്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. US ടെക്നോളജി സ്റ്റോക്കുകൾ ഓവർ വാല്യൂ ആണ് എന്നുള്ളതാണ് അവിടെയുള്ള ഇടിവിന്റെ കാരണത്തിന്റെ റീസൺ ആയിട്ട് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ട് മുകളിലേക്ക് പോകാൻ ആയിട്ട് ആഗ്രഹിച്ച നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു 100 പോയിന്റിന്റെ ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ US മാർക്കറ്റ് തിരിച്ചു കയറിയപ്പോൾ, യൂറോപ്യൻ മാർക്കറ്റ് തിരിച്ചു കയറിയപ്പോൾ, ഇന്നത്തെ ഏഷ്യൻ മാർക്കറ്റ് തിരിച്ചു കയറിയപ്പോൾ കൂടെ കയറാനായിട്ടും നിഫ്റ്റി ഒട്ടും മടിച്ചില്ല. 26,000-ന് മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് കിട്ടി. നേരത്തെ പറഞ്ഞ ഇന്ത്യൻ IT കമ്പനീസ് തന്നെയാണ് ഈ ഒരു റാലിക്ക് ഇന്ന് ചുക്കാൻ പിടിച്ചത്. നിഫ്റ്റി 50-ൽ ടോപ്പ് ഗെയിനേഴ്സ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ഇടം പിടിച്ചിരിക്കുന്നതും IT കമ്പനീസ് തന്നെയാണ്. കണ്ടുവരാം നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനേഴ്സ് കാണാം. HCL ടെക്, ഇൻഫി, വിപ്രോ, TCS, മാക്സ് ഹെൽത്ത് കെയറും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത് ഇന്ന് ടാറ്റ മോട്ടോഴ്സ്, പാസഞ്ചർ വെഹിക്കിൾ, കോൾ ഇന്ത്യ, മാരുതി, ആദാനി പോർട്ട്, ബജാജ് ഫിനാൻസ് തുടങ്ങിയ കമ്പനീസാണ്. അപ്പം ഓട്ടോ സെക്ടറിൽ ഇന്ന് മിക്സ്ഡ് സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായത്. ഗ്ലോബൽ മാർക്കറ്റ് കാണുമ്പോൾ ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആണ്. ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്കായില്ല. ജപ്പാൻ മാർക്കറ്റ് എന്നാൽ ക്ലോസ് നെഗറ്റീവായിരുന്നു. നിക്കി, കൊറിയയും കോസ്പി നെഗറ്റീവിൽ അടച്ചു. ചൈനയും ഓസ്ട്രേലിയയും ഫ്ലാറ്റ് ആയിരുന്നു. ഗോൾഡ് കാണാം $45 ഉയർന്ന് XAU/USD കാണാം. ഗോൾഡ് $4113 പെർ ഔൺസിന്. ബിറ്റ്കോയിനും പ്രോഫിറ്റ് ബുക്കിംഗ് ഒന്നും കാണില്ല. ഡോ ഫ്യൂച്ചർ കാണാം 78 പോയിന്റ് പ്ലസ് ആണ്. നിഫ്റ്റി ഓപ്പൺ ചെയ്തു. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം ഓപ്പൺ ചെയ്തു. ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ തന്നെ 25,856 ലോ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിഫ്റ്റി മുന്നും പിന്നും നോക്കാതെ ഒരൊറ്റ കുതിപ്പായിരുന്നു 26,056 വരെ. അതിനിടയിൽ പേരിന് ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായെങ്കിൽ കൂടിയും പൊതുവേ മാർക്കറ്റിൽ നിന്ന് വലിയ തോതിൽ വോളറ്റിലിറ്റി ഇല്ലാതെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ബാങ്കിങ് സ്റ്റോക്കുകൾ ശക്തമായ റാലി രേഖപ്പെടുത്തി. സെൻസെക്സും നല്ലൊരു റാലി നമുക്ക് ഇന്ന് കിട്ടി. സെൻസെക്സ് 513 പോയിന്റിൻ്റെ റാലി രേഖപ്പെടുത്തി. നിഫ്റ്റി 50-ൽ 30 കമ്പനീസിലേറെ കമ്പനീസ് ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഈ നെഗറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ വാരീസ് എനർജി, ഇവരുടെ കമ്പനീസിൽ IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെർച്ച് നടത്തുന്ന ന്യൂസ് നമ്മൾ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു 3% ഒരു ഫോൾ ഉണ്ടായി. ഗ്രോ ഈ IPOക്ക് ശേഷം ശക്തമായിട്ടൊരു റാലി രേഖപ്പെടുത്തി പോയ ഗ്രോ ഇന്ന് ഒരു 10% ലോവർ സർക്യൂട്ട് ആയിട്ടുണ്ട്. കൂടാതെ തന്നെ സമ്മാൻ ക്യാപിറ്റൽ കമ്പനി 9% ഫോൾ ഉണ്ട്. സുപ്രീം കോർട്ട് ഇവർക്ക് പ്രതികൂലമായിട്ടുള്ള ഒരു കമൻറ്റ് പാസ്സാക്കി. ഇതാണ് കാരണം. അപ്പോൾ ഇതാണ് നമ്മുടെ മാർക്കറ്റും ഗ്ലോബൽ മാർക്കറ്റും ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈ വരുന്ന വെള്ളിയാഴ്ച ദിവസം, അതായത് നാളെ കഴിഞ്ഞ് നമുക്ക് കൊച്ചിയിൽ വെച്ച് ബേസിക് കോഴ്സിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട്. കൂടാതെ സാറ്റർഡേ നമുക്ക് ഓപ്ഷൻ കോഴ്സിൻ്റെയും ക്ലാസ് ഉണ്ട്. ഫസ്റ്റ് കമൻറ്റ് നമ്പർ ഉണ്ട്. ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ ഏറ്റവും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാം. കൃത്യമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മളെ ഓഫീസിൽ നേരിട്ട് കാണാം. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. L&T കമ്പനി ഇവർക്ക് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്തു നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. HG ഇൻഫ്രാ കമ്പനി 274 കോടി രൂപയുടെ ഓർഡർ DLF സൈബർ സിറ്റിയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചു. DLF നമ്മുടെ റിയാലിറ്റി കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ഇനോക്സ് ഗ്രീൻ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസുള്ളത് ഇവർക്ക് പുതിയ റിന്യൂവബിൾ പ്രൊജക്റ്റ് ലഭിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. സീക്വൻസ് സയൻസ് കമ്പനി 4000 കോടി രൂപ റവന്യൂ പൊട്ടൻഷ്യലാണ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ഇവർ എയിം ചെയ്യുന്നത്. ബൊണ്ടാൻഡ എഞ്ചിനീയറിംഗ് കമ്പനി അദാനി ഗ്രൂപ്പ് ബൊണ്ടാൻഡ എഞ്ചിനീയറിംഗ് ആയിട്ടൊരു പുതിയ പാർട്ണർഷിപ്പ് സൈൻ ചെയ്തു. വിനാന്തി ഓർഗാനിക് കമ്പനി 15% വോളിയം ഗ്രോത്ത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി ടാർഗറ്റ് ചെയ്യുന്നു. സർവോടെക് കമ്പനി 73 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. സ്മിത്ത് വുഡ്സ് കമ്പനിയുടെ പുതിയ ഒരു ബിൽഡിങ്ങിൻ്റെ അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് ഉണ്ട്. HG ഇൻഫ്രാ കമ്പനി 274 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത ന്യൂസാണല്ലേ. വേദാന്തേനെ സൗദി അറേബ്യയിൽ ഇവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി ഇൻക്രീസ് ചെയ്യാനായിട്ട് കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസ് കമ്പനി JP അസോസിയേറ്റിനെ അക്യൂർ ചെയ്യുന്നുള്ള ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. JP അസോസിയേറ്റ് ഏകദേശം 55,000 കോടി രൂപയുടെ ബാധ്യതയിലാണുള്ളത്. അപ്പോൾ ഈ ഒരു കമ്പനീനെ അദാനി എൻ്റർപ്രൈസസ് അക്യൂർ ചെയ്യുമെന്നാണ് ന്യൂസുകളുള്ളത്. JP അസോസിയേറ്റും ഇന്ന് അത് കാരണം ഒരു 10% സ്പൈക്ക് രേഖപ്പെടുത്തി. JP പവറുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഇതാണ്. HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് കമ്പനി
തേജസ് MK1A ഇതിൻ്റെ ഡെലിവറി കമ്പനി ഫൈറ്റർ ജെറ്റാണ്. ഇതിൻ്റെ ഡെലിവറി കമ്പനി ഉടനെ ആരംഭിക്കും. മെർക്കൻസ ഫാർമ കമ്പനിയുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. M&M കമ്പനി ഗോൾഡ്മാൻ സാക്ക് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി M&Mനെ അപ്ഗ്രേഡ് ചെയ്തു. ഹീറോ മോട്ടോകോർപ്പിനെയും ഈ ഒരു JP മോർഗൻ അപ്ഗ്രേഡ് ചെയ്തു. L&T മൈൻട്രി കമ്പനി മൈക്രോസോഫ്റ്റായിട്ട് കൊളാബ് ചെയ്തിട്ട് പുതിയ AI ഇന്നോവേഷൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ധാരണയായി. NBCC കമ്പനിക്ക് 29 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കമ്പനി ഗവൺമെൻറ് ഈ കമ്പനീനെ പ്രൈവറ്റൈസേഷൻ ചെയ്യാനായിട്ട് തീരുമാനം എടുക്കുന്നുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് US അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള NVIDIAയുടെ റിസൾട്ടിന് മുമ്പേ തന്നെ നാസ്ഡാക്ക് തുടരെ ഒരു ക്രാഷ് ഉണ്ടായി. അതിനുശേഷമാണ് NVIDIAയുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ US കമ്പനീസെല്ലാം തന്നെ ഒരു ചെറിയൊരു തിരിച്ചു വരവിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടപ്പോൾ തന്നെ ഡോ ഫ്യൂച്ചർ +73 എന്ന റേഞ്ചിലാണ്. US മാർക്കറ്റ് ഓപ്പൺ ആയിട്ടില്ല. USലെ ടെക്നോളജി കമ്പനീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലും ടെക്നോളജി കമ്പനീസ് ഒരു റിവൈവൽ മോഡിലാണ്. ഇപ്പോൾ NVIDIA 1.5% ഒരു റാലിയിലാണ് പ്രീ മാർക്കറ്റ് ടൈമിൽ. ഗൂഗിളും 1.5% റാലിയിലാണ്. ടെസ്ലയും 1.1% റാലിയിലാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ ഈ ആമസോണെല്ലാം തന്നെ 4% ഫോൾ ഉണ്ടായിരുന്നു. NVIDIA അല്ലെങ്കിൽ NVIDIA ഉൾപ്പെടുന്ന ഈ IT കമ്പനീസ് ഒരു AI ബബിളാണോ എന്നുള്ളൊരു ന്യൂസ് പരന്നിരുന്നു. കാരണം എല്ലാ രാജ്യങ്ങളും എസ്പെഷ്യലി സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത് ഈ ഒരു AI മേഖലയിൽ. അപ്പോൾ അത് അത്രയ്ക്കും ഈ ഒരു മേഖല പ്രാധാന്യം അറിയിക്കുന്നുണ്ടോ, ഇത് ഓവർ വാല്യൂ ആയോ, അല്ലെങ്കിൽ ആളുകൾക്ക് അമിത പ്രതീക്ഷയുണ്ടോ, ഇൻവെസ്റ്റേഴ്സിന് അമിത പ്രതീക്ഷയുണ്ടോ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്താണ് US മാർക്കറ്റിൽ നിന്ന് തന്നെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായ രീതിയിൽ തുടങ്ങിയതും. അതുപ്രകാരം ബിറ്റ്കോയിൻ ഉൾപ്പെടെ വളരെ സാവധാനം അല്ലെങ്കിൽ വളരെ സമാധാനപൂർവ്വം ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബിറ്റ്കോയിൻ 1,80,000 റേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ബിറ്റ്കോയിനും പെട്ടെന്ന് തന്നെ ഒരു കറക്ഷനും ബിറ്റ്കോയിനിൽ കണ്ടിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഇത് ഗുണകരമായിട്ടുള്ളത് ഗോൾഡിനാണ്. കാരണം $4,100 പെർ ഔൺസിലുണ്ടായ ഗോൾഡ്, ഈ ഗോൾഡ് ഓവർ വാല്യൂ ആയെന്നുള്ള കാരണം കൊണ്ട് ഗോൾഡ് 4,000 താഴെ പോയിരുന്നു. അപ്പോൾ ഇനി ഗോൾഡിനി ഹോൾഡ് ചെയ്യുന്നത് എന്തോ വലിയ ആപത്താണെന്നുള്ള രീതിയിൽ ഒരുപാട് യൂട്യൂബ് വീഡിയോസ് പരന്നു. അപ്പോൾ ആളുകൾ ഗോൾഡിന് വിറ്റ് മാറി. അപ്പോഴാണ് AI ഈ ഒരു AI ഓവർ വാല്യൂഡ് ആണെന്നുള്ള അടുത്ത ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഈ AI സ്റ്റോക്കുകൾ ഇടിഞ്ഞപ്പോൾ ഗോൾഡ് തിരികെ കയറി എന്നുള്ളതാണ്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൻ്റെ പുറകെ പോയി ഓരോ ആളുകളുടെയും തമ്മനലിൻ്റെ പുറകെ പോയി നമ്മളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തീരുമാനങ്ങളൊന്നും എടുക്കരുത്. നമ്മളുടേതായിട്ടുള്ള പഠനങ്ങൾ ഇൻഡിവിജ്വലി നടത്തുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ നാളെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷനിൽ കാണാം. താങ്ക് യു ഓൾ.